നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ വളവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശം വരുത്തി. പ്രദേശവാസിയായ വ്യാസന്റെ പറമ്പിലും സമീപത്തെ വീടുകളിലും കയറിയ ആന വാഴ, തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ തകർത്തു. നാട്ടുകാരും വനപാലകരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ വീണ്ടും കാട്ടിലേക്ക് ഓടിച്ചത്. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ ഒന്നാം പ്രതി മുളങ്കുന്നത്തുകാവ് സ്വദേശി സുബിൻ പിടിയിൽ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സൂപ്പർവൈസർ തസ്തികയിൽ ജോലി ശരിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പാർലിക്കാട് സ്വദേശിയിൽ നിന്ന് 5.5 ലക്ഷം രൂപ തട്ടിയെടുത്തായിരുന്നു ഇയാൾ മുങ്ങിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായി കീഴടക്കി റിമാൻഡ് ചെയ്തു. ഇരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ പ്രവർത്തിക്കുന്ന പാറയ്ക്കൽ ഇലക്ട്രിക്സ് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ഷോപ്പിലെ വൈദ്യുതി ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും റിപ്പയറിംഗിനായി സൂക്ഷിച്ചിരുന്ന മോട്ടോറുകളും മിക്സികളും ഉൾപ്പെടെ കത്തിയമർന്ന് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. മാലിന്യ പ്ലാന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി MLA. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ് കഴിയുന്നത്. കോടതിയെയും പഞ്ചായത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി.